ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പീപ്പീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്വാദിഷ്ടമായ ഉപ്മാവ്. ഉപ്മാവിനായി ആവശ്യമായ ചെറിയുള്ളി 10 എണ്ണം, ക്യാരറ്റ് 1, ഇഞ്ചി 1 ഇഞ്ച്, പച്ചമുളക് 1 എണ്ണം. ഉപ്മാവ് തയ്യാറാക്കാനായി ഒരു പാന് അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ പീപ്പീസ് സീക്രട്ട് ആയിട്ടുള്ള എന്തോ മണ്ടത്തരം വരുന്നത് ഇലക്കാണ് മിൽക്കി മിസ്റ്റ് നെയ്യും കൂടി ഒഴിക്കുക. സീക്രട്ട് അല്ലേ, കുറച്ച് അല്പം സീക്രട്ട് ആയതുകൊണ്ട്. നെയ്യ് ചൂടായതിനു ശേഷം ഒരല്പം കടുക് ചേർക്കുക. പൊട്ടിത്തെറിക്കോ? കടുക് പൊട്ടിത്തെറിക്കും. അയ്യോ, എന്നാ മറ്റേ പാത്രം വെക്ക്, അടച്ചു വെക്കണം. മണ്ട ഇനി പൊട്ടിത്തെറിച്ചിട്ട് അടച്ചു വെക്കേണ്ടത്. മിടുക്കൻ. ഇഞ്ചി ചേർക്കുന്നതിന് മുന്നേ തീ ഒന്ന് കുറച്ച് വെക്കുക. ഇഞ്ചി ഇട്ടു, വഴറ്റി കൊടുക്കുക. അതിലോട്ട് ചെറിയ ഉള്ളി ചേർക്കുക. അല്പസമയം ചെറിയ ഉള്ളി വഴറ്റുക. ഫ്രണ്ട്സ്, പീപ്പീസ് സീക്രട്ട് ചേർത്തതിന് ശേഷം ഇപ്പൊ ഉള്ളി വറക്കുമ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട്. കഴിഞ്ഞ വേണോ? എന്നിട്ടത് ഗോൾഡൻ ബ്രൗൺ ആവണോ? ഗോൾഡൻ ബ്രൗൺ ആണെന്ന് വരെ വഴറ്റുക. ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു, നെയ്യിട്ടു, വെളിച്ചെണ്ണ, പിന്നെ അതിലോട്ട് കടുക് ആദ്യം കൂട്ടി ചേർക്കുക. കടുക് ഇട്ടു. അതിനുശേഷം ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി ഇട്ട് വഴറ്റുക, ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ. എത്ര നേരം എടുക്കും അങ്ങനെ ആവാൻ? ഇത് 2 മിനിറ്റ്. തീ കുറച്ചിട്ടേക്കല്ലേ? അല്പം പച്ചമുളക് ചേർക്കുക. ഇതിലോട്ട് വേറൊരു പീപ്പീസ് സീക്രട്ട് ചേർക്കാനുണ്ട്. ഇതും മാസ്റ്റർ പീസാണ്. സാധാ ഉപ്മാവ് വീഡിയോയിൽ കാണില്ല, പക്ഷെ ഇത് പീപ്പീസ് സീക്രട്ടാണ്. ഇത് മഞ്ഞപ്പൊടിയോ? ഉപ്പ് എല്ലായിടത്തും ചേർക്കും. ഉപ്പ് ചേർക്കും, പക്ഷെ ഉപ്പിനോട് വേറൊരു സാധനം ഉണ്ട്. എന്തോ 1 സ്പൂൺ ഉപ്പ് ഇട്ടാ? സ്പൂണ് കാണിച്ച്. ഒരു സ്പൂൺ ഉപ്പ്. സ്പൂണ് കാണിക്കാൻ. 1 സ്പൂൺ ഉപ്പ്. ഉപ്പ് കൂടുതലാണോ അറിയില്ല, പക്ഷെ നോക്കാം. ഉപ്പ് കൂടിയ വെള്ളം ചേർക്കുമോ? അതിലോട്ട് ഇതാണ് പീപ്പീസ് സീക്രട്ട്. എന്ത്? ഒരല്പം മഞ്ഞപ്പൊടി. എന്തിനാ? അത് അവസാനം മനസ്സിലാവും എങ്ങനെയാണ്. മഞ്ഞപ്പൊടി ഉപ്പുമാവില്ലേ? എന്നാ ഇച്ചിരി മുളക് പൊടിയും കൂടെ വാരിയിട്. കണ്ടില്ലേ, കളറ് മാറിയണ്ട? കളറ് മാറും. ഇപ്പൊ സുന്ദരനായില്ലേ ഉപ്മാവ്? എനിക്ക് ക്യൂട്ടാവും. ആ ക്യാരറ്റും കൂടി ഇട്ടാൽ ക്യൂട്ടാവും. അല്പസമയം ഇതേപോലെ വഴറ്റുക. എത്ര സമയം? അല്പസമയം. അതിന് സമയം കണക്ക് പറയണോ? അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം ഒരു കൂട്ടൽ തന്നെ. ഇതാണ് ആ ഒരു അല്പസമയമായി ഫ്രണ്ട്സ്. അതെങ്ങനെ മനസ്സിലായി? കളർ മാറിയപ്പോഴും അതെല്ലാം മനസ്സിലാവും. ഇത് വാടി, ഉള്ളി വാടിയപ്പോ മനസ്സിലാവും അല്പസമയമായിരുന്നു. ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട്. അതിലോട്ട് ക്യാരറ്റ് ചേർക്കുക. ഒരു ക്യാരറ്റ് ചേർത്താൽ മതി. കുനുകുനാന്ന് അരിഞ്ഞ ക്യാരറ്റ് വേണം. കുനുകുനാന്ന് അരിഞ്ഞത്. ഇതങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റില്ല, ഇതൊരു ആർട്ടാണ്. അത് ഞാൻ കണ്ടു. അല്പസമയം ഇതേപോലെ വഴറ്റുക. ക്യാരറ്റും പാടണ്ടേ? ക്യാരറ്റ് പാടണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വെള്ളം ഒഴിക്കും. അപ്പം ക്യാരറ്റ് നല്ല വെന്തോളും വെള്ളത്തിന്. മൂടി വെക്കുക. എന്നിട്ട് അല്പസമയം. അല്പസമയമൊന്നുമില്ല, സമയം എന്ന് പറഞ്ഞാൽ കണക്കുണ്ട്. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്. 1 മിനിറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഇതിലോട്ട് ഇനി അടുത്ത സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇടുന്നതാണ്. പീപ്പീസ് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് പഞ്ചസാര. ഒരല്പം പഞ്ചസാര. എന്തിന്? നല്ല പറഞ്ഞുതരാ. ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടല്ലേ പഞ്ചസാര ഇടുന്നത്? ഇത് ട്രേഡ് മാർക്കാ. ദൈവമേ. ഓ ഫ്രണ്ട്സ്, ഇപ്പോഴേ ആ ഒരു ടേസ്റ്റ് വന്നു തുടങ്ങി. ഇവിടെ നക്കി വെക്കില്ലല്ലോ. This is heaven. दुनिया की एक जन्नत है तो वो यही है, वो यही है, वो यही है. അത് ആശുപത്രി കിടക്കുമ്പോൾ പറയാം. നമ്മൾക്ക് ഒരല്പം വെള്ളം ഒഴിക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ്. ആ ഗ്ലാസ് ഒന്ന് കാണിച്ചു. ഇത് പീപ്പി ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ഗ്ലാസിന്റെ കണക്ക് ആവശ്യമില്ല, ഇങ്ങനെ ഒഴിച്ചാലും മതി. ആ ക്യാരറ്റ് മുങ്ങി പോകുന്ന രീതിയിൽ. അതിൽ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ. എടുക്കുന്ന രീതിയിൽ, ഉപ്പുമാവ് എടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ഇത് രീതിയിൽ അറിയില്ല, പക്ഷെ എനിക്ക് അറിയില്ല. നോക്കാം. മതി. എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ഓ, ആ ഒരു കൺസിസ്റ്റൻസി കണ്ട ഗൈസ്. ഇത് സൂപ്പാണല്ലോ. അജിത്തേ, രാവിലെ സൂപ്പാക്ക.
ഉപ്പുമാവ് വേണ്ടല്ലേ, ക്യാൻസൽ ചെയ്യാം. ഇതും എന്റെ ട്രേഡ് മാർക്കാ. എല്ലാം കഴിഞ്ഞിട്ട് കറിവേപ്പില ചേർക്കുന്നതോ? ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ കണ്ട വീഡിയോസിൽ കറിവേപ്പില വറക്കുമ്പോഴാണ് ചേർക്കാറ്. പക്ഷെ ഇതിലെങ്ങനെയാണെന്ന് ഈ മണ്ടം മറന്നുപോയി. അത് തന്നെ. എന്നാ അവസാനം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചേർത്താ പോരെ? കറിവേപ്പിലിന്റെ ആ ഒരു അരോമ വരണമെങ്കിൽ ഇത് വറക്കാൻ പാടില്ല. ആരോമല് അരോമ ബ്ലോഗിലെല്ലാം അങ്ങനെ പറയും. ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ട ഗൈസ്, ആ കറിവേപ്പിലും കൂടി ഇട്ടപ്പോ ആ ഭംഗിയേ കണ്ട ആരെയും കൊതിച്ചു പോകും ഒന്ന് ടേസ്റ്റ് നോക്കാൻ. ഫ്രണ്ട്സ്, ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതെടുക്കാം, നക്കി നോക്കണം. ഇതിലൂടെ കുറച്ച് അല്പം ആവശ്യത്തിനുള്ള, പിന്നെയും തുടങ്ങി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ചേർക്കണം. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നക്കി നോക്കിയിട്ട് ടേസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പിടുക. ഇനി വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി 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 അങ്ങനെയൊക്കെ ഉണ്ടാകും. ഒരുപാട് അങ്ങടെ ഇളക്കല്ലേ. ഉപ്പുമാവ് അച്ചുവേട്ടന്റെ പോലെ എത്ര നേരം ഇളക്കിക്കൊണ്ടിരിക്കണം സൂപ്പ്? ചൂടാകുന്നത് വരെ. ചൂടാവുന്നു. അപ്പൊ ഇത്ര നേരം ചൂടല്ലായിരുന്നു? വെള്ളം തിളക്കുന്നവരെ. എവിടെ കറിവേപ്പില ഒരു സൈഡില്? ഇങ്ങോട്ട് പോടേ പോടേ ഇങ്ങോട്ട് വേടി. വെള്ളം നല്ലപോലെ നല്ലപോലെ കൂടുതലൊന്നല്ല, ഇത് കറക്റ്റാ. ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ ഗൈസ്? ഇച്ചിരി കൂടുതലാ. അത് തിളപ്പിച്ച് വറ്റിക്കുക. കുറച്ച് കൂടുതലാ, പക്ഷെ തിളപ്പിച്ച് വറ്റിച്ച് സെറ്റ് ആക്കുക. അബദ്ധങ്ങൾ ഏത് മനുഷ്യനും പറ്റുമല്ലോ. അത് പറ്റും. ഇനിയാണ് പിപിയുടെ സീക്രറ്റ് ചേർക്കാൻ പോകുന്നത്. വറുത്ത റവപ്പൊടി ഇതിലോട്ട് അല്പം ചേർക്കുക. അല്പം എന്ന് വെച്ചാൽ ഒരു 2-3 ഗ്ലാസ്. അതാ പാക്കറ്റ് മൊത്തം ഇല്ലേ? പാക്കറ്റ് മൊത്തമൊന്നുമില്ല, പാക്കറ്റിന്റെ പകുതിയുള്ളൂ. ആണോ? അപ്പൊ 250 ഗ്രാം. 250 ഗ്രാം 1 കിലോന്റെ പാക്കറ്റ് വാങ്ങിച്ച് 2-3 ഗ്ലാസ് 30 ഗ്ലാസ് ഒന്നും അല്ല, കണക്ക് പറഞ്ഞു കൊടുക്കണം. 250 ഗ്രാം എന്നെങ്ങാനും ഇടുവോ ഗൈസ്? ഇതാണ് റൈറ്റ് ടൈം. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് 9:15. നമ്മളെ ലൈഫിലായാലും ആ കറക്റ്റ് സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോഴാണ് ആ ഒരു കറക്റ്റ് സമയം. അത് കണ്ട 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 എന്താ മണല് വാരി ഇടണം. തട്ടണം. ഇപ്പോഴാണ് ഗൈസ് ഒരു കാര്യം നമ്മൾ വെള്ളം കൂടുതലാ ഗൈസ്. അതല്ലേ പറഞ്ഞ് എത്ര നേരം കൊണ്ട് പറയേ? ഉപ്പുമാവ് മുങ്ങിപ്പോയി ഗൈസ്. ദയവ് ചെയ്ത് ഇത് വീട്ടിൽ അനുകരിക്കരുത്. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഇത് 2 പഴം കൂടെ വെട്ടിയിട്ടാലോ? പിപിയുടെ ട്രേഡ് സീക്രട്ടിൽ ഇതിലുള്ളതാ. ഇതൊന്നും ഒരു വിഷയമല്ല ഗൈസ്. കളർഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓണത്തിന് ചേർക്കണമെന്ന് പിപി പറഞ്ഞത്. കളർഫുൾ ആയില്ലേ? അങ്ങനെ കണ്ട, നമ്മൾ വെള്ളം കൂടുതലാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ കണ്ടില്ലേ? അതാണ് മാജിക് ഗൈസ്. എന്റെ മോനെ, തീ തന്നെ ഏട്ടായി. തീ കുറച്ചിട്ടേ പുക വരുന്നു. ഇത് ഇന്നും ഇന്നലെ കണ്ടു തുടങ്ങിയവനല്ല. ആ ഒരു കൺസിസ്റ്റൻസി കണ്ട ഗൈസ്. ഉപ്പുമാവായി ഗൈസ്. ആ വെള്ളമൊക്കെ ഇവിടെ പോയി പറ്റിപ്പോണ്ട്. മാജിക്. പാത്രത്തിന് ഓട്ടയുണ്ട? എന്റെ മോനെ, ചപ്പാത്തി മാവ് പോലെ ആയിട്ടുണ്ട്. ഗൈസ്, സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. വെള്ളം കൂടുതലല്ലായിരുന്നല്ലേ? അല്ല, നമ്മൾ കൂടുതലാണെന്ന് വിചാരിക്കും, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രോ എന്ന് ആൾക്കേ പറ്റും. ഓക്കെ, അപ്പൊ ട്രൈ ദിസ് അറ്റ് ഹോം ഗൈസ്. താങ്ക് യു ഗൈസ്. സബ്സ്ക്രൈബ്. ഹായ് ഫ്രണ്ട്സ്, പിപിയുടെ സ്വാദിഷ്ടമായ ഉപ്മാവ് തയ്യാറായിരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.